പരിപാടിയുടെ വിശിഷ്ട സാന്നിധ്യമായി എത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വേഴ്ചയാണ്. ആമുഖങ്ങളിലൊന്നും ആവശ്യമില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ ജിവേണു വർമ്മ അവരുടെ ക്ഷണിക്കുന്നു. സാഗരം ഉണരുമേ ഗാനം ഒരുമെന്നുള്ളം. കഴിഞ്ഞ ഏപ്രിലാണ് ബാലചന്ദ്രനെ വിട്ടു പോകുന്നത്. ഇതൊരു 6ാം മാസത്തിലേക്ക് കയറിയിരിക്കുന്നു. ഏപ്രിൽ എന്ന് പറയുന്നത് വളരെ ക്രൂരമായ ഒരു മാസമാണ് എന്ന് പറയുന്നത് മഹാനായ കവി T.S. Eliot ആണ്. April is the cruelest month, breeding lilacs out of the dead farm, mixing memory and desire. ഓർമ്മകളും ആഗ്രഹങ്ങളും കൂട്ടി ചേർക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു സ്മരണാഞ്ജലി എന്ന് പറയുന്നത്. ഞാൻ ഒരു 24 വയസ്സിലേക്ക് തിരിച്ച് പോവേണ്ടി വരികയാണ്. പറഞ്ഞ് ഓർത്തെടുക്കുമ്പോൾ 1986 ആണ് ഞാൻ പറഞ്ഞ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അത് തൂവാനത്തോണികൾ എന്ന സിനിമയുടെ റെക്കോർഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്ന് മുതൽ എക്കാലവും എന്നെ സ്വന്തം കുടക്കീഴിലെടുത്ത് ചേർത്ത് പിടിച്ച് ഒരു അനിയനെ പോലെ കരുതിയ ഒരു വ്യക്തിയാണ്. ഒരിക്കലും ആ ഒരു അഭാവം, ശാരീരികമായ ഒരു അഭാവം ഒരിക്കലും അനുഭവപ്പെടുന്ന മാത്രം ഒരു സാന്നിധ്യം എന്നും എൻ്റെ മനസ്സിലുണ്ട്. പഴയകാലത്ത് 2 പ്രമുഖരായ കമേഴ്ഷ്യൽ പ്രൊഡ്യൂസേഴ്സാണ്. ഒന്ന് പി സുബ്രഹ്മണ്യം, ഒന്ന് കുഞ്ചാക്കോ. ഇതിനിടയിൽ ഒരു 70 കാലഘട്ടങ്ങൾ സമാന്തര സിനിമ അല്ലെങ്കിൽ മിഡിൽ സ്ട്രീം അതിൻ്റെ വക്താക്കളായി വന്നവരാണ് പത്മരാജൻ, ഭരതൻ, മോഹൻ, KG ജോർജ്. ഇവരുടെ ഏറ്റവും ഉത്തമനായ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ നിർമ്മാതാവായിരുന്നു ശ്രീകാന്തി ബാലൻ. പിൽക്കാലത്ത് ഈ ഒരു വേർതിരിവുകളെല്ലാം ഇല്ലാണ്ടായി. ഇന്നത്തെ ഈ ഒരു അക്കാലത്തെ സമാന്തര സിനിമകളാണ് ഇന്നത്തെ മുഖ്യധാര ചിത്രങ്ങൾ. ഇപ്പോൾ ആടുജീവിതം അല്ലെങ്കിൽ മഞ്ജുമൽ ബോയ്സ്, ആവേശം, ഇതൊക്കെ ഇന്നത്തെ മുഖ്യധാരയും സമാന്തരവും എല്ലാമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബാലചേട്ടനെ ഇന്ന് വല്ലാതെ മിസ് ചെയ്യുന്നു. ഇന്നത്തെ സിനിമ പ്രവർത്തനങ്ങളുടെ ഒക്കെ കൂടെ പഴയ അനുഭവങ്ങൾ ഓതി കൂടെ നിൽക്കേണ്ട ഒരു മഹത് വ്യക്തിയായിരുന്നു ബാലചേട്ടൻ എന്ന ഒരു കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. എൻ്റെ ഓർമ്മയിൽ നിരവധി സംഭവങ്ങൾ ഉണ്ട്. സിനിമ സംഗീതം തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ജോലി കിട്ടി അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പൊ അന്ന് തുടർച്ചയായി ലീവെടുത്ത് സിനിമയ്ക്ക് വേണ്ടി അതുപോലെ ഗാനമേളകൾ എല്ലാം വേണ്ടി യാത്രകൾ പോകുമ്പോൾ ബാലചേട്ടൻ എന്നോട് പറഞ്ഞു, ഉപദേശിച്ചു, എടാ നീ ചെയ്യുന്ന മണ്ഡലമാണ്, നീ ഏതെങ്കിലും ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട ആളല്ല എന്ന് പറഞ്ഞു. അതേസമയം അത്രത്തോളം തന്നെ വിലമതിക്കുന്ന വേറൊരാളായിരുന്നു പത്മരാജൻ സാറെന്നോട് പറഞ്ഞത്, ഞാൻ കളിച്ച കളി നീ കളിക്കരുത് എന്നായിരുന്നു എന്നോടൊന്ന് പറഞ്ഞത്. ഇങ്ങനെ വൈരുദ്ധ്യമുള്ള വിരുദ്ധമായ 2 അഭിപ്രായങ്ങളായിരുന്നു. എപ്പോഴും എന്നെ ബാലചേട്ടനാണ് പറയുന്നത്, ഒരിക്കലും വീഴും, ഒരു ജോലിയായിരുന്നു പോകരുതായിരുന്നു എന്ന് പറയുന്നു. 14 വർഷം കൊണ്ട് ഞാൻ ആ ജോലിയിൽ നിന്ന് വിട്ട് പൂർണ്ണമായ സംഗീതത്തിലേക്ക് മാറുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ ഒരു വേളയിൽ ബാലചേട്ടനെ
അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഓർക്കുന്നു. ആദ്യകാലത്തെ ഏറ്റവും സുഖകരമായ താമസ സൗകര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതിന് ഏറ്റവും രുചികരമായ ഭക്ഷണം എല്ലാവർക്കും തന്നതിന് ഏറ്റവും സുഗമമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയതിന് ഒപ്പം സ്നേഹവായ്പയോടെ ചേർത്ത് പിടിച്ചതിനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നന്ദി പുരസ്സരം സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഈ ഒരു വേളയിൽ ഇവിടെ ബാലചേട്ടൻ്റെ അഭാവം ഇല്ല. ഇവിടെ ഏതോ ഒരു ഒഴിഞ്ഞ കസേരയിൽ ബാലചേട്ടൻ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ ഒരു വേളയിൽ നിങ്ങളോട് പറയാനുള്ളത്. നമസ്കാരം.